സ്നേഹമുള്ള എൻ്റെ കൂട്ടുകാരെ, വിവാഹിതരെ ഇതിലെ എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും ക്ഷണിക്കുകയാണ്. വിവാഹം വിശേഷാൽ വഹിക്കേണ്ട ഒന്നാണെന്ന് നമുക്കറിയാം. അതിന് ഒത്തിരിയേറെ തയ്യാറെടുപ്പുകൾ വേണം. 2-3 ദിവസത്തെ ഒരു ക്ലാസ് കൊണ്ടൊന്നും വിവാഹം അനുഗ്രഹപ്രദമാക്കാൻ സാധിക്കുകയില്ല. നിരന്തരമായ ശ്രമവും പ്രാർത്ഥനയിലൂടെയുമാണ് വിവാഹം അനുഗ്രഹപ്രദമായ ശുശ്രൂഷയായി മാറുക. ഉദാശകളിൽ 7ാമതെയാണ് ഇതിൻ്റെ സ്ഥാനം. അതിൽ തന്നെ ഏറ്റവും പൂർണ്ണത അതിലാണ് എന്ന് ഞാൻ പറയും. ചിലർ പെട്ടെന്ന് വിളി, ഏറ്റവും മനോഹരമായ വിളി, പൗരോഹിത്യം, സന്യസ്തം എന്നൊക്കെ പറയുമ്പോഴും ഈ വിവാഹമില്ലെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുമ്പോൾ പൗരോഹിത്യത്തിൻ്റെയും സന്യസ്തത്തിൻ്റെയും ഒക്കെ പിതൃസ്ഥാനത്താണ് അല്ലെ മാതൃസ്ഥാനത്താണ് വിവാഹം നിൽക്കുക. സ്നേഹമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഇത് ഏറ്റവും മനോഹരമായ ഒരു കൂദാശയാണ്. ഇതിന് വേണ്ടത്ര ഒരുക്കത്തോടെയും വേണ്ടത്ര തയ്യാറെടുപ്പോടും കൂടി വേണം നമ്മൾ അനുദിനം ഇത് കൊണ്ടു മുടക്കുവാൻ. 7 കുദാശകളിൽ 2 വിളികൾ വളരെ മനോഹരമായ വിളികളായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം, പൗരോഹിത്യവും സന്യസ്തവും ഉപേക്ഷിച്ച് വിവാഹത്തിലേക്ക് വന്നവരുണ്ട്. എന്നാൽ വിവാഹം ഉപേക്ഷിച്ച് പൗരോഹിത്യത്തിലേക്കോ സന്യസ്തത്തിലേക്കോ കടന്നു വന്നവർ ആരും തന്നെ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുക. വിവാഹത്തിൻ്റെ പൂർണ്ണതയും ഉത്തരവാദിത്തങ്ങളെല്ലാം തീർത്തതിന് ശേഷം ആ മിനിസ്ട്രിയിലേക്ക് വരുന്നവരുണ്ട്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ചില റീറ്റുകളിൽ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എങ്കിലും ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് നമ്മിൽ കുറച്ചു പേർക്ക് മനസ്സിലാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ്. ഇത്രയൊക്കെ അറിവുള്ള എനിക്ക് അപകടം പറ്റിയിട്ടില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിച്ചേക്കരുത്. ഒത്തിരിയേറെ അപകടത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ട് ഞാൻ. എന്നാൽ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ശക്തമായ ഒരു തിരിച്ചറിവ് വന്നതുകൊണ്ടാണ് എനിക്ക് ഈ 33ാമത്തെ വർഷവും ഇത് മനോഹരമാണ് എന്ന് പറയുവാൻ സാധിക്കുക. ഒത്തിരിയേറെ കാര്യങ്ങൾ ഇതിൽ പങ്കുവയ്ക്കാനുണ്ട്. തുടർന്നും നമുക്ക് കേൾക്കാം. ആരെയും കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ ഇത്രയും ഭാഗമൊന്ന് കേട്ട് അനുഗ്രഹമാണ് എങ്കിൽ മുന്നോട്ട് പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്.